തിന്മ ജയിക്കുന്നത് തിന്മ ചെയ്യുന്നവർ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് നന്മ ചെയ്യേണ്ടവർ നിശബ്ദത പാലിക്കുന്നതുകൊണ്ടാണ്. പീലാത്തോസിൻ്റെ നിശബ്ദതയും നിസ്സംഗതയുമാണ് യേശുവിനെ കുരിശിലേറ്റാൻ ജനക്കൂട്ടത്തിന് ധൈര്യം നൽകിയത്. ഈ 50 ദിവസത്തെ നോമ്പിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ വീടുകളിലോ ജോലിസ്ഥലത്തോ സമൂഹത്തിലോ ഒരാൾ അനീതി നേരിടുമ്പോൾ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നു കരുതി കൈ കഴുകി മാറുന്നുണ്ടോ എന്നതാണ്. ആ നിസ്സംഗത ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ സാധാരണയായി പാപമെന്ന് കരുതുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെയാണ്. എന്നാൽ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നതും ഒരു വലിയ പാപമാണ്. പീലാത്തോസിന് അധികാരമുണ്ടായിരുന്നു. യേശു നിരപരാധിയാണെന്ന് ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും അവൻ യേശുവിനെ രക്ഷിച്ചില്ല. വെള്ളം കൊണ്ട് കൈ കഴുകി താൻ നിരപരാധിയാണെന്ന് പീലാത്തോസ് പറഞ്ഞെങ്കിലും ചരിത്രം അവനെ ഒരു നിസ്സംഗനായ വിധികർത്താവ് ആയിട്ടാണ് അടയാളപ്പെടുത്തിയത്. നോമ്പുകാലത്ത് നമ്മൾ മാംസാഹാരം ഉപേക്ഷിക്കുകയോ ഉപവസിക്കുകയോ മാത്രം ചെയ്താൽ പോരാ. പീലാത്തോസിനെ പോലെ നിസ്സംഗരായി ഇരിക്കാതെ പാവപ്പെട്ടവൻ്റെ കണ്ണുനീർ കാണാനും വേദനിക്കുന്നവൻ്റെ കൂടെ നിൽക്കാനും നമുക്ക് കഴിയണം. കൈ കഴുകി മാറി നിൽക്കുന്ന സുരക്ഷിതത്വത്തേക്കാൾ സത്യത്തിന് വേണ്ടി വിരൽ ചൂണ്ടാനുള്ള ആർജവമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.